വീണ്ടും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേസ് കൂടിയാണ്. അപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ SIT തന്ത്രിമാരുടെ മൊഴിയെടുത്തു. കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. പോറ്റിയെ അറിയാമെന്നാണ് ഇരുവരുടെയും മൊഴി. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, തന്ത്രിമാരുടെ മൊഴിയെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവരോട് ചോദിച്ചതെന്ന് വ്യക്തമാക്കുന്ന മൊഴിയാണ് നൽകിയത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരോട് ചോദിച്ചറിഞ്ഞത്? അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഇതിന്റെ പ്രാഥമിക വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു മൊഴിയെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. കാരണം ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യം കണ്ഠരര് രാജീവരും ആദ്യം കണ്ഠരര് മോഹനരും പിന്നീട് കണ്ഠരര് രാജീവരുമായിരുന്നു അവിടെ തന്ത്രിമാരായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരിൽ നിന്നും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ തങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. അതായത് ഇത് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനമെടുത്തത് ബോർഡാണ്. ബോർഡ് അത് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് തങ്ങൾ അതിന്റെ കാര്യങ്ങൾ നോക്കുക മാത്രമാണ് ചെയ്തത്. ഇത് ആരുടെ കയ്യിൽ കൊടുത്തു വിടണം, ഇത് എത്രത്തോളം സ്വർണം പൂശണം, എന്തൊക്കെ കാര്യങ്ങൾ തുടർ നടപടി സ്വീകരിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത് ബോർഡാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ രണ്ട് തന്ത്രിമാരും മൊഴി നൽകിയിരിക്കുന്നത്. അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചല്ല തങ്ങൾ നോക്കിയിട്ടുള്ളത്. അത് കൊണ്ടുപോകുന്നതിലുള്ള ദൈവികമായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളാണ് തങ്ങൾ പരിശോധിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങൾ മാത്രമാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നടക്കുകയാണ്. കാരണം ഡിസംബർ 3-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതിനു മുന്നോടിയാണ് അന്വേഷണ സംഘം ഈ രണ്ട് തന്ത്രിമാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം എന്നാണ് ഇപ്പോൾ SIT വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തന്ത്രിമാരുടെ മൊഴി അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ വീണ്ടും ഇവരെ മൊഴി രേഖപ്പെടുത്തുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തന്ത്രിമാരുടെ മൊഴി തീർച്ചയായും അന്നത്തെ ബോർഡ് അംഗങ്ങളെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്തുന്നതാണ്. അവർക്കാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് തന്നെയാണ് തന്ത്രിമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിമാരുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം.